വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്സ് ആണ് കുഞ്ഞുങ്ങളെ. മാത്സിൻ്റെ ടെസ്റ്റ് മാറ്റമുണ്ടായിരുന്നു, പുതിയ ടെസ്റ്റാണ് ഈ വർഷം മുതൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആംഗിൾസ് അല്ലെങ്കിൽ കോണുകൾ എന്നാൽ എന്താണ്. എന്താ കുഞ്ഞുങ്ങളെ, ആംഗിൾസ് അല്ലെങ്കിൽ കോണുകൾ എന്നാൽ എന്താണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് ആ ആംഗിളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, അതായത് ബിന്ദു അല്ലെങ്കിൽ പോയിന്റ് എന്നാൽ എന്താണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് പോയിന്റ്, ബിന്ദു അല്ലെ. എന്താ, കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ. ഒരു കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിനാണ് നമ്മൾ ബിന്ദു അല്ലെ പോയിന്റ്. ഇത് നീളമോ വീതിയോ ഉയരമോ ഒന്നുമില്ല. ഇത് റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. കാരണം നമ്മൾ ആംഗിൾ എന്നാൽ എന്തെന്ന് പഠിക്കണമെങ്കിൽ ഇങ്ങനെ കുറേ കാര്യം കൂടി അതിനകത്തിൽ അറിയണം കേട്ടോ. എന്താ നിങ്ങളെ, പോയിന്റ് അല്ലെങ്കിൽ ബിന്ദു എന്നാൽ ഇതിന് കൃത്യമായ ഒരു സ്ഥാനം നിർണ്ണയിക്കുന്നുണ്ട് അല്ലേ. പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു പടം അല്ലെ, പോയിന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കുത്തിനാ പറഞ്ഞത് കേട്ടോ. പോയിന്റ് അല്ലെങ്കിൽ ബിന്ദു എന്ന് പറയുന്നത് ഒരു കുത്തിടുന്നതിന് കേട്ടോ. അതിന് നമ്മൾ ഈ കുത്തിന് എ എന്നോ കേട്ടോ, ഇംഗ്ലീഷ് ആൽഫബറ്റ് ഏത് പേര് വേണമെങ്കിലും കൊടുക്കുക. എക്സ് എന്നോ കേട്ടോ, വൈ എന്നോ അല്ലെങ്കിൽ എന്താ നമ്മുടെ പേരോ എന്ത് വേണമെങ്കിലും കൊടുക്കുക അല്ലേ. ഞാൻ എൻ്റെ പേര് കൊടുക്കുക ബീന കേട്ടോ. അപ്പോൾ എന്ത് പേര് വേണമെങ്കിലും ഈ കുത്തിന് കുത്തെന്നോ പോയിന്റ് എന്നോ ബിന്ദു എന്നോ കേട്ടോ. അപ്പോൾ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നീളമോ വീതിയോ ഉയരമോ ഒന്നുമില്ല. ഇത് റഫായിട്ടൊന്ന് അറിയണേ കുഞ്ഞുങ്ങളെ. എ പോയിന്റ് ഡിറ്റർമൈൻസ് എ പ്രിസൈസ് ലൊക്കേഷൻ ബട്ട് ഇറ്റ് ഹാസ് നോ ലെങ്ത് ബ്രെഡ്ത്ത് ഓർ ഹൈറ്റ്. അതിൻ്റെ എക്സാമ്പിൾ ഉൾപ്പെടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെയാണ്, റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണേ. നിങ്ങൾ ചോദിക്കും ആംഗിളിനകത്തിൽ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്, പക്ഷേ ഇതൊക്കെ അതിനകത്തിലുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകും തോറും പഠിച്ചുകൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, അടുത്ത രണ്ടാമത്തെ ലൈൻ സെഗ്മെൻറ്റ്, രേഖാഖണ്ഡം എന്ന് പറയും. ലൈൻ സെഗ്മെൻറ്റ് ഹാസ് എ 2 എൻഡ് പോയിന്റ്. ലൈൻ സെഗ്മെൻറ്റിന് ഹാസ് എ 2 എൻഡ് പോയിന്റ്. നോക്കൂ നിങ്ങളെ, ഇവിടെയും അതായത് നമ്മളിപ്പം ഒരു ലൈൻ വരച്ചിട്ടേ അതിൻ്റെ ഇവിടെ എന്ന് വെച്ചാൽ ഇത് ഇത്രേ ഉള്ളൂ എന്ന് കാണിക്കാനാണ്. ഇവിടുന്നും ഇത്രേ ഉള്ളൂ എന്ന് കാണിക്കുക. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഓരോന്നും ഓർത്തോണേ, പടം ഓരോ വരകളും മനസ്സിലാക്കണം കേട്ടോ. അതായത് ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല, ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ അവിടെ 2 എൻഡ് പോയിന്റ് ആണ് വന്നത് കേട്ടോ. ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ രേഖാഖണ്ഡം എന്നാണ് അതിൻ്റെ മലയാളം. ലൈൻ സെഗ്മെന്റ് ഹാസ് 2 എൻഡ് പോയിന്റ് എന്ന് കേട്ടല്ലോ. അതുകൊണ്ട് ഇതാ 2 എൻഡ് പോയിന്റ്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ആ എൻഡ് പോയിന്റിന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ. ഇപ്പോൾ പിടികിട്ടിയോ? 2 എൻഡ് പോയിന്റ് കണ്ടോ, എ ബി എന്ന് വരച്ച എക്സ് വൈ. ഇനിയിപ്പം നിങ്ങൾ ലൈൻ സെഗ്മെൻറ്റ് എന്ന് അല്ലെങ്കിൽ രേഖാഖണ്ഡം എന്നല്ല. നമ്മളിപ്പോൾ ക്വസ്റ്റ്യനകത്തിൽ എ ബി എന്നിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത്രയും മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എ ബി ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഇനി വരയ്ക്കാമെന്നല്ല. ഇപ്പോൾ ഒരു പേര് എക്സ് വൈ, ഇപ്പം നോക്കിയേ, ഇത് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റാണ്. ഇതിനെ ഇങ്ങനെ കാണിക്കേണ്ട. എക്സ് വൈ എന്നിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ എക്സ് വൈ ഒരു ലൈൻ സെഗ്മെൻ്റ് ആണെന്ന്. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. ഇനി എന്താണ് ലൈനൊക്കെ നമുക്കറിയാം അല്ലേ. ആ ലൈനല്ല. എ സ്ട്രെയിറ്റ് set of point that extend in opposite directions, it has no end in both directions. എന്ന് വെച്ചാൽ വിപരീത ദിശകളിലേക്ക് നീളുന്ന ഒരു നേർരേഖാ ബിന്ദുക്കളുടെ കൂട്ടമാണ്. ഇതിന് 2 ദിശകളിലും അവസാനമില്ല. മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളെ പഠിക്കാൻ? മലയാളത്തിൽ പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷും അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ആ 2ഉം തന്നിരിക്കുന്നത്. പിന്നെ 2 മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഉപകരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് പോയിന്റ് എന്താണ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവോ കാര്യങ്ങളോ ഒന്നുമില്ല പോയിന്റിന്. ഉണ്ടോ? ഇല്ല. ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പഠിച്ചു ഇങ്ങനെ വരയിട്ടിട്ട് അതിന് എൻഡ് പോയിന്റ് ഉണ്ട്. അപ്പം ലൈൻ എന്താവും നിങ്ങൾ? ഇപ്പം നമ്മൾ പറഞ്ഞ ലൈൻ എന്താണ്? ഇതിന് എൻഡ് പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിന് എൻഡ് പോയിന്റ് ഇല്ല. അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക ലൈന് കേട്ടോ. ലൈൻ എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങോട്ടും ബോത്ത് ഡയറക്ഷൻ, 2 ഡയറക്ഷനിലോട്ടും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിന് നമ്മൾ എ ബി എന്ന് പറയുന്ന ഇങ്ങനെ 2 പോയിക്കൊണ്ടേ, അതാണ് ഇവിടെ പറഞ്ഞത്. വിപരീത ദിശകളിലേക്ക് കേട്ടോ. ലൈൻ സെഗ്മെൻറ്റിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ലൈൻ സെഗ്മെൻറ്റും ലൈനൂടെ തിരിഞ്ഞു പോകരുത്. ലൈൻ സെഗ്മെൻ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനെന്താ, ഒരു 2 എൻഡ് പോയിന്റ് ഉണ്ട്. അവിടെ നിർത്തി 2 എൻഡ്. പക്ഷേ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് വിപരീത ദിശകളിലേക്ക്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് ഒരു അവസാനം ഇല്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
കണ്ടോ? അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എന്താ ഇവിടെ ലൈൻ സെഗ്മെൻറ്റിന് നമ്മൾ എങ്ങനെയാ AB എന്ന് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് അതാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തായിരുന്നു അല്ലേ? അപ്പം നമുക്ക് ലൈൻ എങ്ങനെ കൊടുക്കാം കുഞ്ഞുങ്ങളെ? AB എന്ന് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് അതാണ്ട് ഇങ്ങനെ രണ്ട് വശത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നെന്ന് കാണിച്ചു കൂടായോ? ഇല്ലേ? ലൈനും ലൈൻ സെഗ്മെൻറ്റൂടെ തിരിഞ്ഞു പോവല്ലേ? നമ്മളിപ്പോൾ അങ്ങോട്ട് പോകും തോറും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം കേട്ടോ. ഇത്രയൊക്കെയാണോ? ഓരോന്നും സമാധാനത്തെ മനസ്സിലാക്കി പോകണം. കാരണം പിന്നീട് ഒരുപാട് വരകൾ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടെ തിരിഞ്ഞു പോകും. ലൈനും ലൈൻ സെഗ്മെൻറ്റും പോയിൻറ്റിനെയും കുറിച്ച് മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ. പോയിൻ്റ് എന്ന് വെച്ചാൽ അതാണ്ട് ഇങ്ങനെ എഴുതുന്നതാണ് ലൈൻ സെഗ്മെൻ്റ് ആവും. നിങ്ങൾ ഏത് ലൈൻ സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ 2 എൻഡ് പോയിൻ്റ്, അതിനൊരു 2 എൻഡ് പോയിൻറ്റുകളുണ്ട്. ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. ഇനി ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക അല്ലേ? ലൈൻ. ഓക്കെ, അത്രയൊക്കെയാണോ? ഇനി അടുത്ത നമ്മൾ റേ അല്ലെങ്കിൽ രശ്മി എന്ന് വെച്ചാൽ എന്താണ്? എന്താ നിങ്ങളെ? റേ അല്ലെങ്കിൽ രശ്മി. റേ ഈസ് എ ലൈൻ വിത്ത് എ സിംഗിൾ എൻഡ് പോയിന്റ് ദാറ്റ് എക്സ്റ്റെൻഡ് ഇൻഫിനിറ്റ്ലി ഇൻ വൺ ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ ഒരു എൻഡ് പോയിന്റ് ഇതിങ്ങനെ ഒരു വശത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ടോർച്ച് അടിക്കത്തില്ലേ? ടോർച്ച് അതെന്താ? നമ്മൾ ഒരു ടോർച്ചിൻ്റെ പോയിന്റിൽ നിന്നും അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമല്ലേ കുഞ്ഞുങ്ങളെ? ആ ക്ലൂ ഓർത്താൽ മതി കേട്ടോ. ടോർച്ചൊക്കെ അടിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ഒരു പോയിന്റിൽ നിന്നും ടോർച്ചാന്ന് വിചാരിക്കും, ഇതങ്ങോട്ട് ഒരു സൈഡിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. റേ ഈസ് എ ലൈൻ വിത്ത് എ സിംഗിൾ എൻഡ് പോയിന്റ് ദാറ്റ് എക്സ്റ്റെൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇൻഫിനിറ്റ്ലി എന്ന് വെച്ചാൽ അനന്തമായിട്ട്. ഇതിനൊരു അവസാനമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. വൺ ഡയറക്ഷൻ, ഒരു ദിശയിലേക്ക് അനന്തമായി നീളുന്ന രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ കുഞ്ഞുങ്ങളെ? റേ അല്ലെങ്കിൽ രശ്മി എന്ന് പറയുന്നത്. അപ്പം 4 നമ്മൾ പഠിച്ചു. ഒന്നുകൂടെ ഒന്ന് ഓടിച്ചിട്ട് പറയാം കുഞ്ഞുങ്ങളെ. ഇത് പോയിൻ്റാണ് അല്ലേ? പോയിൻ്റാണ്. ഇത് 2 എൻഡ് ഇതൊന്ന് റഫായിട്ട് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ. നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. 2 എൻഡ് പോയിൻറ്റിനകത്ത് ഇങ്ങനെ വരയ്ക്കുന്നതിന് ലൈൻ സെഗ്മെൻറ്റ്. പിന്നെ ഇങ്ങനെ എന്താ പൊക്കോണ്ടേയിരിക്കുകയാണെങ്കിൽ അത് എന്താ? ലൈനാണ് അല്ലേ? ഒരു പോയിന്റിൽ നിന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന് റേ ആണ്. ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ ആണോ? ഇത് ഇത്രയും ഓക്കെ ആണോ? നല്ലതുപോലെ അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ ചാപ്റ്ററാണ്, അതുകൊണ്ട് നല്ലതുപോലെ മനസ്സിലാക്കി പോകണം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത്രയും മലയാളവും എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയൊക്കെ ആണല്ലോ. ഇനി നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ആംഗിൾസ്. എന്താ കുഞ്ഞുങ്ങളെ? ആംഗിൾസ് അല്ലെങ്കിൽ എന്താ? കോണുകൾ. ഞാനിവിടെ എഴുതിയില്ല. നമ്മുടെ പാഠത്തിൻ്റെ പേര് ആംഗിൾസ് അല്ലെങ്കിൽ കോണുകൾ. കണ്ടോ? An angle is formed by 2 rays having a common starting point. ഇതിൽ നിന്ന് നിങ്ങൾക്ക്, ഈ വരിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ പിടികിട്ടും കുഞ്ഞുങ്ങളെ? ആൻ ആംഗിൾ ഈസ് ഫോംഡ് ബൈ 2 റേ. റേ എന്താണെന്ന് ഇപ്പം നമ്മൾ പഠിച്ചു അല്ലേ? ഒരു പോയിന്റിൽ നിന്നും ഇങ്ങനെ പോകുന്നതിനെയാണ് റേ എന്ന് നമ്മൾ പഠിച്ചല്ലോ. പഠിച്ചോ? റേ. ഓക്കെ. ഹാവിങ് എ ആൻ ആംഗിൾ ഈസ് ഫോംഡ് ബൈ 2 റേസ് ഹാവിങ് എ കോമൺ സ്റ്റാർട്ടിംഗ് പോയിന്റ്. 2 റേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും എങ്ങോട്ടെങ്കിലും, ഇത് ഒരു പോയിൻ്റാണ്, ഈ പോയിന്റിൽ നിന്നും എങ്ങോട്ടെങ്കിലും 2 റേസുകൾ ഒരു പോയിന്റിൽ നിന്നും കണ്ടോ എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. അതിനെ എന്ത് പറയുന്നത് കുഞ്ഞുങ്ങളെ? ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരു പൊതു ബിന്ദുവിൽ നിന്നും 2 രശ്മികൾ പോകുമ്പോഴാണ് ഒരു കോൺ ഉണ്ടാകുന്നതെന്ന്. 2 വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന രൂപമാണ് കോണുകൾ. ഇങ്ങനെ പറഞ്ഞാലും ശരിയാ, എങ്ങനെ പറഞ്ഞാലും ശരിയാ. 2 വരകൾ മീൻസ് 2 വരകൾ എന്ന് വെച്ചാൽ ഇത് 1 ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് എന്താ കുഞ്ഞുങ്ങളെ? കോണുകൾ അല്ലേ? കോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഞാനിവിടെ ഒന്ന് വരച്ച് കാണിച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ വെർട്ടക്സ് കേട്ടോ. നമ്മൾ ഈ കോർണർ, മൂല എന്നൊക്കെ പറയത്തില്ലേ? കോർണർ, മൂല എന്നൊക്കെ പറയത്തില്ലേ കുഞ്ഞുങ്ങളെ? അതുകൊണ്ട് ഈ ഭാഗം ഇതിനെ വെർട്ടക്സ് എന്നാണ് പറയുന്നത്. തിരിഞ്ഞു പോകല്ലേ, വെർട്ടിസസ് അല്ലേ, വെർട്ടക്സ് ആണ് കേട്ടോ. അത് മിക്കവാർക്കും തിരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് വെർട്ടക്സ്. ഇനി ഇത് രണ്ടും എന്താണ്? അതിൻ്റെ റേസുകളാണ് അല്ലേ? ആംസ് എന്നാണ് അതിന് പറയുന്നത്. എന്താ? ആംസ്. ഓർത്തോണേ കുഞ്ഞുങ്ങളെ, ഇതതിൻ്റെ വെർട്ടക്സ് എന്നാണ് പറയുന്നത്. ഇത് ആംസ്, 2 ആംസ് ഒരു മൂലയിൽ നിന്നും അല്ലേ? അല്ലെങ്കിൽ 2 വരകൾ, ഇതൊരു വര, ഇതൊരു വര, ഈ 2 വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോഴാണ് നമുക്ക് എന്താ? കോണുകൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ?
ഇപ്പോൾ ഏകദേശം പിടികിട്ടിയല്ലോ. രണ്ട് രശ്മികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോർണറിനെയാണ് നമ്മൾ കോണ് എന്ന് പറയുന്നത്. മലയാളവും ഇംഗ്ലീഷും ഒക്കെ എല്ലാവരും എഴുതിയിട്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മനസ്സിലാവുന്ന കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ ഭാഗത്തും ഓരോ രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇതെല്ലാം ഈ ഒരു വരി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. രണ്ട് രശ്മികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോർണറിനെയാണ് കോണെന്ന് പറയുന്നത്. ചിലർക്ക് രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രൂപമാണ് രണ്ടായാലും കോണുകളാണ്. കേട്ടോ, സംഭവം പിടികിട്ടിയോ? ഈ പടം മനസ്സിലായോ? അതായത് ഒരു പോയിന്റിൽ നിന്നും ഇങ്ങനെ വരയ്ക്കുന്നതിനെ റേ അല്ലെങ്കിൽ രശ്മി എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ രണ്ട് വരകൾ തങ്ങളിൽ ഇങ്ങോട്ടിവിടെ രണ്ടെണ്ണം വേണമല്ലോ. രണ്ട് വരകൾ തങ്ങളിൽ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവിനെയാണ്, ഇവിടെ ഈ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്. ഇങ്ങനെ ഇങ്ങനെ ഈ ഇത്രയും ഭാഗം കോണുകളായിട്ടിടും കേട്ടോ, കോണ്. അതായത് ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇതിനെ വെർട്ടക്സ് എന്നാണ്. ഈ മൂലഭാഗത്തിന് ഈ മൂലഭാഗത്തിന് വെർട്ടക്സ്, ഇത് ആംസ്. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ച് ഇങ്ങനെ റഫായിട്ട് ഇങ്ങനെയൊന്നും വരച്ചാൽ പോരാ. ഇതിനൊക്കെ ഓരോ അളവുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഓരോ അളവുകളുണ്ട് കുഞ്ഞുങ്ങളെ. അതെങ്ങനെയാണ്? ഈ ഒരു സാധനം നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുണ്ടോ? വീട്ടുകാർ മേടിച്ച് തരുമ്പം സത്യത്തിൽ ഇത് നിങ്ങളുടെ ബോക്സിലുണ്ട്. പക്ഷേ ആദ്യത്തെ 3-4 ദിവസം കഴിയുമ്പം സ്കെയിൽ അവിടെ നിന്നും ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ നിന്ന് പോകും. പിന്നെ പെൻസിൽ പോവും, പിന്നെ കോമ്പസ് പോവും. എനിക്ക് തോന്നുന്നു ലാസ്റ്റിൽ ആ ഡിവൈഡർ എന്ന് വെച്ചാൽ എന്താ, രണ്ടിലെ ഇങ്ങനെ കമ്പ് പോലെ ഇരിക്കുന്ന അത് മാത്രമേ എല്ലാവരുടെയും ഇൻസ്ട്രുമെൻ്റ് ബോക്സ്. കാരണം അതിൻ്റെ ഉപയോഗം എന്തുവാന്ന് അറിയത്തുമില്ല, അത് വെച്ച് വലിയ പ്രയോജനമില്ല. അതുകൊണ്ട് അത് മാത്രം കാണും. ഇല്ലേ, സത്യമല്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങളിപ്പോൾ ചിരിക്കുമായിരിക്കുന്നില്ലേ? കാരണം എന്താ, ആദ്യം നമ്മുടെ സ്കെയിലായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ സ്കെയിൽ തന്നെ ആദ്യമേ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ നിന്ന് പോകുന്നത്. കാരണം എന്തെങ്കിലും വരയ്ക്കാനായിട്ട് എടുത്താൽ പിന്നെ അത് അവിടെ കളയും. പക്ഷേ ഇനി നമ്മൾ എന്താ നിങ്ങൾ ഇതെല്ലാം നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിനകത്തിൽ വേണം കേട്ടോ. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കണ്ടേ. അപ്പം കൊണ്ട് കളയല്ലേ. വീട്ടുകാർ എന്ത് ബുദ്ധിമുട്ടിയാവും നിങ്ങൾ ഇതൊക്കെ നമുക്ക് മേടിച്ച് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ പേരെന്താണെന്നറിയോ? പ്രൊട്രാക്ടർ. സ്പെല്ലിങ് കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. PROTRACTOR, പ്രൊട്രാക്ടർ. അതായത് കോൺമാവിനി എന്നാണ് ഇതിൻ്റെ മലയാളം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ വീട്ടുകാർ മേടിച്ച് തരും. ഇൻസ്ട്രുമെൻ്റ് ബോക്സിനകത്തിലുണ്ട്. ഇതിൻ്റെ പേര് കണ്ടോ? ഇതറിയാവുന്ന എനിക്കറിയാം. എന്നാലും ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനെക്കുറിച്ച് ആംഗിളൊക്കെ പഠിച്ചതാണ് അല്ലേ? 5ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ഇനിയും പഠിക്കുന്നത് കേട്ടോ. നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ ഞാൻ കാണിക്കാം. ഞാൻ വരച്ചത് ഇതാ സംഭവം എന്നൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇതാണ് സംഭവം. കണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഉണ്ടല്ലോ. ഓക്കെ, ഇനി ഇതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ, നല്ലപോലെ കാണാമല്ലോ. ഇതിൻ്റെ ഈ താഴത്തെ ലൈന് കറക്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി സർക്കിൾ, അർദ്ധവൃത്തമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പ്രൊട്രാക്ടർ ഇവിടെ ഇങ്ങനെ വെച്ചാൽ എന്താ, ഒരു സർക്കിൾ അല്ലേ, വൃത്തം നമുക്ക് കിട്ടത്തില്ലേ? കിട്ടുമോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇതിനെ എന്താ, അർദ്ധവൃത്തം അല്ലെങ്കിൽ സെമി സർക്കിൾ എന്ന് വേണം ഇതിനെ പറയാം. ഇതിൻ്റെ മെഷർ എത്ര കുഞ്ഞുങ്ങളെ? 180. ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ? നമ്മളിവിടെ 0 ഇവിടെ നോക്കിയാലും കാണാം, ഇവിടെ നോക്കിയാലും കാണാം. ഇതിൻ്റെ മൊത്തത്തിലുള്ള മെഷർ 180 ആണ്. ഇനി ആയാലും പഠിച്ചോണേ, ഇതുവരെ നമുക്ക് അറിയത്തില്ലായിരുന്നു. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇതിൻ്റെ മെഷർ എത്ര? 180 ആണ്. ലൈറ്റ് ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇനി അപ്പോൾ നോക്കിയേ, 180 ആണ്. സംശയമൊന്നും ഇല്ലല്ലോ. രണ്ട് സൈഡിൽ നിങ്ങളപ്പോൾ ചോദിക്കും ഇതെന്തിനാ ഇവിടെയും 0 ഇവിടെയും 0, ഇവിടെയും 180 ഇവിടെയും 180 ഉണ്ടോ? 180 180 0 0 എന്ന് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും വേണമെങ്കിൽ ഇപ്പം നമ്മളോടൊരു 40 ഡിഗ്രി അല്ലെ 40, ഈ 40 ഡിഗ്രിയുള്ള ഏതെങ്കിലും ആയിക്കോട്ടെ, 40 ഡിഗ്രിയുള്ള ഒരു ആംഗിൾ വരയ്ക്കാൻ നമ്മളോട് പറയാം. നമ്മളിനിയും വരയ്ക്കാൻ പഠിക്കുക കേട്ടോ കുഞ്ഞുങ്ങളെ. ഞാനത് കാണിക്കാം. നമ്മളോട് പറയുകയാണ് 40 ഡിഗ്രിയുള്ള ഒരു ആംഗിൾ വരയ്ക്കാൻ. ശ്രദ്ധിക്കണേ കുഞ്ഞുങ്ങളെ, ആംഗിൾ വരയ്ക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഒന്ന് റഫായിട്ട് നോക്കാം. 40 ഡിഗ്രിയുള്ള ഒരു ആംഗിൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ തന്നെ സൈഡ് വെച്ച് വരച്ചാൽ മതി. എന്ത് ചെയ്യുന്നില്ല, പെൻസിലും സ്കെയിലും നല്ലതുപോലെ പിടിച്ച് ഉപയോഗിക്കണം കേട്ടോ. നല്ല സ്കെയിലും പെൻസിലും ഒക്കെ ആയിരിക്കണം. സ്കെയിൽ തന്നെ ഇതിന് വേണമെന്നില്ല കുഞ്ഞുങ്ങളെ. ഇത് ഇങ്ങനെ വെച്ചായാലും മതി. നമ്മൾ താഴെ ഒരു വര വരയ്ക്കുക. പേന വെച്ച് വരയ്ക്കില്ലേ, ഞാനിത് കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് കാണാൻ വേണ്ടിയാണ് പേന വെച്ച് വരച്ചത്. താഴെ ഇങ്ങനൊരു വര വരയ്ക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ? നിങ്ങളിവിടെ ഇങ്ങനൊരു കുത്തു കൊടുക്കുക. തെളിയിച്ചൊന്നും കൊടുക്കല്ല. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മുടെ ഈ പ്രൊട്രാക്ടറിനകത്തിലൊരു സൂര്യൻ ഇരിപ്പുണ്ട്
കാണാൻ പറ്റുന്നുണ്ടോ? ഈ സൂര്യൻ്റെ നടുക്കലത്തെ ദാണ്ട് ഈ ഇതുണ്ടല്ലോ, ദാണ്ട് ഈ കുരിശ് പോലെ ദാണ്ട് ഈ കണ്ടോ പ്ലസ് അടിച്ച് വെച്ചേക്കുന്നത്, ആ പ്ലസ് നമ്മുടെ ആ സൂര്യനിൽ കൊണ്ടുവെക്കുക. നല്ലതുപോലെ മനസ്സിലാക്കണ കുഞ്ഞുങ്ങളെ. കണ്ടോ ആ സൂര്യൻ്റെ ഇത് കണ്ടോ, ഇതെവിടെ ഇരിക്കുന്നതെന്ന് കണ്ടോ? ആ കുത്തേലാണ് ഈ ലൈൻ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അതിങ്ങനെ പോകുമ്പോൾ ആ സീറോയുടെ കണ്ടോ വര കണ്ടോ, കറക്റ്റായിട്ട് വരയ്ക്കാൻ അറിയണം. ആ സീറോയെ തന്നെ കണ്ടോ, സീറോയെ തന്നെ ഇരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്കി വെക്കണം. കണ്ടോ, അതാണ് നമ്മുടെ ജോലി. സീറോ ഒരു ആംഗിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമ്മുടെ ആ കുത്ത് കണ്ടോ എവിടെ വെച്ചേക്കുന്നതെന്ന് കണ്ടോ? എവിടെയെങ്കിലും കൊണ്ട് വെക്കരുത്, ആംഗിൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഓക്കെ, ഇനി നമ്മൾ 40 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. അപ്പം ഈ സീറോ തൊട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കേട്ടോ, ഇവിടെ മുതൽ നിങ്ങളങ്ങ് എടുത്താൽ മതി. തിരിച്ച് വെച്ച് വരച്ചാലും ശരിയാ. എന്നാലും ഞാൻ ഫസ്റ്റ് പറയാം കുഞ്ഞുങ്ങളെ, ഈ സീറോ വെച്ചാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ 0, 10, 20, 40. 40യുടെ നേരെ ഒരു കണ്ടോ ഇവിടുത്തെ വലിയ വരയിൽ ഒരു കുത്തങ്ങ് കൊടുക്കുക കേട്ടോ. അവിടെ 140 എന്നല്ല വിചാരിക്കേണ്ടത്. ഈ 40യുടെ തന്നെ 40യുടെ തന്നെ ഇതാണ് 140 കേട്ടോ. നമ്മൾ ആ മേളത്തെ നോക്കണ്ട, താഴത്തെ നോക്കിയാൽ മതി 40യുടെ. എന്നിട്ട് നേരെ ആ സെറ്റ് സ്ക്വയർ തിരിച്ച് വെച്ചിട്ട് ഇത് റഫായിട്ട് ഞാൻ ഒന്ന് കാണിക്കുന്നതാണ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. നേരെ ഒരെണ്ണം അങ്ങ് വരച്ചാൽ മതി. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? കണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ കൊടുത്തിരുന്നാൽ മതി. ഇപ്പം നമ്മൾ പഠിച്ചതാണ്. ഇതെന്താണ്? വെർട്ടക്സ് ആണ്. ഇത് ആംസ് ആണ് അല്ലേ? അപ്പം ഇവിടെ നമ്മൾ കുത്തിയത് കണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കുത്തിയതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഇപ്പം ഇത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ട് കോർണറിൻ്റെ കണ്ടോ ആംഗിൾ എന്നാണ് അവിടെ പറഞ്ഞത്. ഈ ആംഗിള് എത്ര എന്നാണ് പറഞ്ഞത്? 40 ഡിഗ്രി. എത്ര? 40 ഡിഗ്രി. വേണേൽ ഇതിനൊരു പേര് കൊടുക്കാം നമുക്ക്. എന്ത് കൊടുക്കാം? ABC എന്ന പേരും കൊടുക്കാം. ഇപ്പം പിടികിട്ടിയോ? പിടികിട്ടുക. അപ്പോൾ എന്തെങ്കിലും ചോദിക്കും, ഇതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ എന്തിനാ ഇപ്പുറത്ത് കൊടുത്തേക്കുന്നതെന്ന്. അതും നമുക്ക് എന്താ വേണ്ടേ, ഇത് വെച്ചിട്ട് ഞാൻ അതുപോലെ തന്നെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ സൂര്യൻ്റെ നേരത്തെ നമ്മൾ ഇങ്ങോട്ടല്ലേ വെച്ചത്? അതുകൊണ്ട് ഈ സൂര്യൻ്റെ കറക്റ്റ് ഇങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ വെച്ചത്? ഇങ്ങനെയല്ലേ വെച്ചത്? ഇനി നമ്മൾ എന്ത് ചെയ്യുക? എന്നിട്ട് ഇപ്പുറത്തെ ഇവിടെ വെച്ചല്ലേ മുമ്പ് എടുത്തത്? നമ്മൾ ഇവിടെ വെച്ചായതുകൊണ്ടാണ്, നല്ലതുപോലെ മനസ്സിലാക്കണേ, ഇവിടെ വെച്ചായതുകൊണ്ടാണ് നമ്മൾ ഈ റൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇവിടെ എടുത്തത്. ഇനി നമ്മൾ ഈ പ്രൊട്രാക്ടർ നേരെ ഇപ്പുറത്ത് കൊണ്ടുവരണം. ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് എന്താ ഇവിടെ ഇങ്ങനെ ഒരു കുത്തു കൊടുക്കുക. മുമ്പ് ഇപ്പുറത്തല്ലേ നമ്മൾ കുത്തു കൊടുത്തത് ഇവിടുത്തെ. ഇനി ഇപ്പുറത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അതേ നമ്മുടെ സൂര്യനെ വെക്കുക. അതുപോലെ തന്നെ വെക്കണം. ആ വര സീറോയെ തന്നെ നിൽക്കണം കേട്ടോ, സീറോയിൽ കേട്ടോ. എന്നിട്ട് നോക്കിക്കേ, ആ കറക്റ്റായിട്ടായിരിക്കണേ കുഞ്ഞുങ്ങളെ. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ എന്താ വേണ്ടേ, ഇവിടെ 0 മുതൽ 40 വരെ. അന്നേരം നമ്മൾ മേളിലത്തെ 40 എടുക്കണം കേട്ടോ. തിരിഞ്ഞു പോവല്ലേ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. 40 ഇങ്ങനെ എടുക്കാം. നിങ്ങൾ ഈ രീതി അങ്ങ് മേളിലെ ഞാൻ ആ പറഞ്ഞ രീതി ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാവുന്നവർക്കൊക്കെ ഇപ്പോൾ പിടികിട്ടിയോ നിങ്ങളെ? അപ്പം നമ്മളിവിടെ കൊടുക്കുക ആംഗിൾ 40 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടേ ഈ കണ്ട വരച്ചേക്കുന്നതിൻ്റെ നമ്മൾ ഇപ്പുറത്ത് വെച്ചതും ഇപ്പുറത്ത് വെച്ചതും തങ്ങളിലുണ്ട് രണ്ടും ഒരേ 40 ഡിഗ്രിയാണ് കേട്ടോ. 40 ഡിഗ്രിയുടെ നമ്മൾ ഓരോ ഇപ്പുറത്തെ സൈഡും എടുത്തതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിലേ നിങ്ങളോട് ഞാൻ ഈ ആംഗിളുകളെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്തതിലിടാം. ഇപ്പം നിങ്ങളെ എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നതെന്നൊന്ന് പഠിപ്പിച്ചത്. ആംഗിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഞാൻ 35 ഡിഗ്രി ഞാൻ ഇതിനൊരു പേര് കൊടുക്കുക കുഞ്ഞുങ്ങളെ. ആംഗിൾ XYZ = 35 ഡിഗ്രിയുള്ള ഇതൊരു പേരാണ്. ഞാൻ വെറുതെ ABC എന്നോ XYZ എന്നോ LM എന്നോ എന്ത് വേണമെങ്കിലും കൊടുത്തോ. പിന്നെ ഒന്ന് ഓർത്തോണേ കുഞ്ഞുങ്ങളെ, ചാടിക്കയറി പേര് കൊടുക്കുമ്പോൾ വേണ്ട ഈ നടുക്ക് ആരാണോ വരുന്നത് ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം. ഈ പേരിൻ്റെ നടുക്ക് ആരാണോ വരുന്നത് അയാളായിരിക്കും വെർട്ടെക്സ് കേട്ടോ, ഈ മൂല കേട്ടോ. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ് ABC ആംഗിൾ ABC 40 ഡിഗ്രി 40 ഡിഗ്രി വരയ്ക്ക് എന്ന് നമ്മളോട് പറഞ്ഞില്ലേ. അപ്പം ഈ നടുക്ക് വന്നത് ആരാ? ഇവിടെ B അല്ലേ? ആ B വേണം ഇവിടെ വരാൻ.
അല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ അങ്ങ് പേര് കൊടുത്ത് ഇടാനും പറ്റത്തില്ല കേട്ടോ. ഈ ഇടയ്ക്ക് മിഡിലിൽ ആരാണോ വരുന്നത് അതായിരിക്കും ഈ വെർട്ടെക്സ് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് XYZ ഒരെണ്ണം വരയ്ക്കാം കുഞ്ഞുങ്ങളെ. നിങ്ങൾ പേനയും പെൻസിലും വെച്ച് തന്നെ വേണേ വരയ്ക്കാൻ കേട്ടോ. പേനയും പെൻസിലും അല്ല, പെൻസിലും സ്കെയിലും വെച്ച് വേണം വരയ്ക്കാൻ. അപ്പം നമ്മൾ റഫായിട്ട് ആദ്യമേ താഴെ ഒരെണ്ണം വരയ്ക്കുക കേട്ടോ. മനസ്സിലായല്ലോ? ഇനി താഴെ എന്ത് ചെയ്യുക, കോമ്പസിൻ്റെ സൂര്യനെ, എല്ലാവർക്കും സൂര്യൻ തന്നെ വേണോ, സൂര്യൻ തന്നെ ആയിരിക്കത്തില്ല, ചിലർക്ക് ചന്ദ്രനും സ്റ്റാറും ഒക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ അറിയാൻ വേണ്ടി പറയുന്നതാണ്. ഇതെന്തായാലും ഉണ്ടല്ലോ ഇത്, അതിൻ്റെ ഇതുപോലെ എന്തായാലും കാണും കേട്ടോ, ഒരു കുരിശ് പോലെ. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. 2-3 ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ചെയ്തോളും. പിന്നെ ചാടി കയറി ചെയ്ത് എനിക്കറിയാം ചില പേപ്പറുകളൊക്കെ ചാടി കയറി എഴുതി വെച്ച് എന്തൊക്കെയാണെന്ന് അവർക്കും അറിയത്തില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടി ഒരു എളുപ്പവഴിയല്ല ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു കുത്തു കൊടുക്കുക കേട്ടോ, പോയിന്റ് കൊടുക്കുക. പോയിന്റ് എന്തുവാന്ന് നമ്മൾ പഠിച്ചതിൻ്റെ ഉപയോഗം. ഇതാണ് പോയിന്റ് കേട്ടോ. ആ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ വെക്കുക കണ്ടോ. 0 തന്നെയാണ്, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? കണ്ടോ, 0 തന്നെ ആ വരയിരിക്കണം കേട്ടോ. ഇനി നമ്മളോട് എത്ര ചോദിച്ചാൽ 35. നിങ്ങൾ ഇതിനകത്ത് ഈ 35 കണ്ടോ? നോക്കണേ. 0, 10, 20, 30, 40. 30യുടെയും 40യുടെയും ഇടയ്ക്കല്ലേ കുഞ്ഞുങ്ങളെ, 30ൻ്റെയും 40ൻ്റെയും ഇടയ്ക്കാണല്ലോ 35 വരുന്നത്. അപ്പോൾ നോക്കിയേ, 30ൻ്റെയും 40ൻ്റെയും ഇടയ്ക്ക് ഇവിടെ കണ്ടോ ഒരു വലിയ വര കിടപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര, ഇവിടെ കണ്ടോ. ഇതിൻ്റെ 5 സൂചിപ്പിക്കുന്നത് കേട്ടോ, 5. അപ്പം ഇവിടെ 10നും 0നും 10നും ഇടയ്ക്ക് ഇവിടെ കണ്ടോ ഒരു വലിയ വര, അത് 5. പിന്നെ 10നും 20നും ഇടയ്ക്ക് ഇവിടെ ഒരു വലിയ വര, 15. അങ്ങനെ 5, 5. അപ്പം നമുക്ക് 35 ആയതുകൊണ്ട് 30നും 40നും ഇടയ്ക്കുള്ള വലിയ വരയാണ് 35. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിന് നേരെ അങ്ങ് വരയ്ക്കും. പേര് കൊടുക്കുമ്പോൾ ആലോചിക്കണം. പേരിടിയിൽ ഇച്ചിരി കാര്യമായിട്ട് 28 കെട്ടാണ്. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ 10 പേരെ കൂട്ടില്ലയോ. എങ്ങനെ കൊടുക്കും നിങ്ങളെ? XYZ. ഇത് ഞാൻ പറഞ്ഞെങ്കിലും തമാശയായിട്ട് കരുതല്ലോ. Y കണ്ടോ, Y എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടല്ലോ, നടുക്ക് XYZ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത് ഇത്രയും മതി. നമുക്ക് പാർട്ട് 2 ഇതിൻ്റെ വിശദീകരിച്ച് പഠിക്കാം. ഇപ്പം ഇത് ഇത്രയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞുതരാം കേട്ടോ. സത്യാവസ്ഥ അങ്ങ് പറഞ്ഞു. ഓക്കെ ആണെങ്കിൽ ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം ബാക്കി നമ്മൾ 6ൻ്റെ ബാക്കി എല്ലാ മലയാളം, ഇംഗ്ലീഷ് എല്ലാ ചാപ്റ്ററിൻ്റെയും ഒക്കുന്നതിനെയൊക്കെ ഞാൻ ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് മാത്സ്, സയൻസ്, സോഷ്യൽ കേട്ടോ, ഇതെല്ലാത്തിൻ്റെ ഇടുന്നുണ്ട് കുഞ്ഞുങ്ങളെ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്തെങ്കിലുമൊക്കെ ഉപകരിക്കും. ഓക്കെ, താങ്ക് യു കുഞ്ഞുങ്ങളെ, താങ്ക് യു.